ഹലോ, അസ്സലാമു അലൈക്കും. എന്തൊക്കെയാണ് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു അടിപൊളി സാധനമാണ് കേട്ടോ. ഒരു പാസ്ത റെസിപ്പിയാണ്. പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഈസി ആയിട്ട് നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്പെഷ്യൽ പാസ്ത ആണ്. കണ്ടു നോക്കാം. അപ്പോൾ ഈ പാസ്ത ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ മീറ്റ് ബോൾസ് പാസ്തയാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. ഈ ഒരു പാസ്തൻ്റെ പേരാണ് ഫെറ്റുച്ചീനി. അപ്പോൾ ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ബീഫ് വേണം. ബീഫ് എന്ന് പറഞ്ഞാൽ ഒരു സ്പെഷ്യൽ ബീഫാണ് കേട്ടോ. നമ്മൾ ഇന്ത്യനോ പാകിസ്ഥാനോ ആയിട്ടുള്ള ബീഫല്ല, ബ്രസീലിയൻ ബീഫാണ് ഞാൻ എടുത്തത്. ഒന്നെങ്കിൽ ബ്രസീലിയൻ ബീഫ് എടുക്കുക, അല്ലാന്നുണ്ടെങ്കിൽ ഓസ്ട്രേലിയൻ ബീഫ് എടുക്കുക കേട്ടോ. അപ്പോൾ ഈ രണ്ട് ബീഫ് വെച്ചിട്ടാണ് സാധാരണയായിട്ട് ഇത് ഉണ്ടാക്കാൻ വേണ്ടിയത്. കാരണം നമ്മളെ നാട്ടിലത്തെ ബീഫ് എന്ന് പറഞ്ഞാൽ അത് വേവില്ല. ഈ ഒരു ബീഫിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ യൂറോപ്പ് ഭാഗത്തേക്കുള്ള അവരെ ബീഫിൻ്റെ സ്പെഷ്യൽ എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിലെ ബ്രോയിലർ കോഴി പോലാണ്. അപ്പം ബ്രോയിലർ കോഴി വേവാൻ നിങ്ങൾക്ക് അറിയാലോ, എല്ലൊന്നും ഇല്ലെങ്കിൽ പെട്ടെന്ന് 5 മിനിറ്റ് കൊണ്ട് വെന്ത് കിട്ടുന്ന സാധനമാണ് നമ്മളെ ഈ ഒരു ബ്രോയിലർ ചിക്കൻ എന്ന് പറയുന്നത്. അതുപോലെയാണ് ഈ ഒരു ബീഫ് എന്ന് പറയുന്നത്, പെട്ടെന്ന് വേവും. പിന്നെ അതിൻ്റെ ഇടയിൽ ഒരു കാര്യം പറയട്ടെ, ഈ ഒരു ഒരു 1.5 വർഷം മുന്നാണ്, ഇപ്പോഴൊന്നല്ല, 1.5 വർഷം മുമ്പ് എനിക്ക് 2-3 ആൾ എൻ്റെ അടുത്ത് ചോദിച്ചതായിരുന്നു ഈ ഒരു സ്റ്റീക്കിൻ്റെ റെസിപ്പി കാണിക്കുമോ എന്നുള്ള, വീഡിയോ ചെയ്യുമോ എന്ന് വെച്ചിട്ട്. ഞാൻ ആ സമയത്ത് ആന്ന് പറഞ്ഞിന്. പിന്നെ ഞാൻ ആലോചിച്ചപ്പോഴാണ് അറിഞ്ഞത് അതിപ്പോൾ ഇന്ത്യൻ ബീഫ് വെച്ചിട്ട് ചെയ്യാൻ വേണ്ടി പറ്റില്ല. പിന്നെ ഞാൻ ഇവിടെ നിന്നൊക്കെ ചെയ്യുകയാണെങ്കിൽ എനിക്ക് ഈ ബീഫ് വെച്ചിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി പറ്റും. പക്ഷേ അത് ആ ഒരു റെസിപ്പി നിങ്ങൾ ട്രൈ ചെയ്യുമ്പോൾ ഇന്ത്യൻ ബീഫോ അല്ലെങ്കിൽ പാകിസ്ഥാനി ബീഫോ വെച്ചിട്ട് ചെയ്താൽ അത് സക്സസ് ആവില്ല. അപ്പോൾ നിങ്ങൾക്ക് അതൊരു ഇത് റെഡി ആയില്ലല്ലോ എന്ന് തോന്നിക്കഴിഞ്ഞാൽ പിന്നെ എനിക്കും അത് റെഡി ആയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എനിക്കൊരു സങ്കടമായിരിക്കും. അതുകൊണ്ടാണ് ഞാനത് കാണിക്കാണ്ടിരുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കിയാൽ സക്സസ് ആകുന്ന റെസിപ്പികൾ മാത്രമേ ഞാൻ വീഡിയോയിൽ ഷെയർ ചെയ്യലുള്ളൂ. അപ്പോൾ ഈ ഒരു ബീഫ് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ പെട്ടെന്ന് വേവണ ബീഫാണ്. ഇപ്പോൾ സ്റ്റീക്ക് എന്ന് പറയുന്നത് നമ്മളെ ഐറ്റം അല്ല. യൂറോപ്പ് ഭാഗത്തിലുള്ള ഈ ഒരു സ്റ്റീക്ക് എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ വളരെ കുറഞ്ഞ സെക്കൻഡ്, ഒരു 3-4 മിനിറ്റൊക്കെയാണ് കുക്കിംഗ് ടൈം എന്ന് പറയുന്നത്. ആ സമയത്തിൽ ഇത് വേവുകയും ചെയ്യും. ഉള്ളൊരു റെഡ് കളറിൽ ഇങ്ങനെ കാണുമെങ്കിലും തിന്നുന്ന സമയത്ത് ഒരു പ്രശ്നം ഉണ്ടാവില്ല, നല്ല വെന്ത പോലെ തന്നെയാണ് ഉണ്ടാവുക. അത് ഈ ഒരു ബീഫ് വെച്ചിട്ടാണ് അതൊക്കെ ചെയ്യണമെന്ന് പറയുന്നത് കേട്ടോ. അല്ലാണ്ട് നമ്മളെ ബീഫ് വെച്ചിട്ടല്ല ആ ഒരു സ്റ്റീക്കൊന്നും ഉണ്ടാക്കുക. അതേപോലെ തന്നെയാണ് ബർഗറിനും. ഹാംബർഗർ എന്ന് പറയുന്ന ബർഗറിൽ ഉപയോഗിക്കുന്നതും ഇതുപോലുള്ള ബീഫാണ്. അപ്പോഴാണ് ആ ഒരു ബർഗർ നമ്മൾ ഫ്രൈ ഒന്നും ചെയ്യാണ്ട് ജസ്റ്റ് ഗ്രില്ല് ചെയ്യുന്ന സമയത്ത് 2-3 മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് ആയി കിട്ടുന്നത്. ഇന്നിപ്പോൾ ഞാൻ ഈ ഒരു ഫെറ്റുച്ചിനി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു മീറ്റ് ബോൾസിന് ഈ ഒരു ബീഫാണ് എടുത്തത്. അപ്പോൾ അതാ 1 കിലോ ബീഫാണ് ഞാൻ എടുത്തത്. അതിപ്പോൾ നന്നായിട്ട് ക്ലീൻ ചെയ്ത് കൊണ്ടുവന്നതാണ് ഇട്ടത്. ഫുള്ളായിട്ട് നന്നായിട്ട് ക്ലീൻ ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ ഇത് മിൻസ് ചെയ്യണം എന്താണെന്ന് വെച്ചാൽ എൻ്റെ അടുത്ത് ഇപ്പം ബീഫ് മിൻസർ ഉണ്ട്. അപ്പോൾ അത് വെച്ചിട്ടാണ് ഞാനിപ്പം മിൻസ് ചെയ്യണത്. അപ്പോൾ ഇതില്ലാന്നുണ്ടെങ്കിലും പ്രശ്നമൊന്നുമില്ല. നമ്മൾ മിക്സിയിലോ അല്ലെങ്കിൽ ചോപ്പറിലോ ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ എൻ്റെ അടുത്ത് ഇപ്പോൾ ഇതുള്ളതുകൊണ്ട് ഞാൻ മിൻസ് ചെയ്യാണ്ടാണ് വാങ്ങിച്ചത്. സാധാരണ സൂപ്പർ മാർക്കറ്റിൽ പോയിട്ട് ഇത് വാങ്ങിക്കുന്ന സമയത്ത് അവരുടെ അടുത്ത് കൊടുത്തിട്ട് മിൻസ് ചെയ്യാൻ വേണ്ടി പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ചെയ്ത് തരും കേട്ടോ. അത് ഫ്രീ ആണ്, പൈസ ഒന്നും കൊടുക്കണ്ട, അവർ ചെയ്ത് തരും. അപ്പോൾ ഞാനിപ്പോൾ ഇതുള്ളതുകൊണ്ട് അതൊന്നും ചെയ്യാണ്ട് ഇങ്ങോട്ട് വാങ്ങിക്കൊണ്ടുവന്നതാണ്. ഇപ്പോൾ അത് നമ്മളിപ്പോൾ കഴുകി വൃത്തിയാക്കിയിട്ടുള്ള ബീഫ് ഇങ്ങനെ വെച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ അതങ്ങനെ ഓരോന്നോരോന്ന് വെക്കുക. ഇപ്പോൾ ഇതിൻ്റെ മേലെ കാണുന്ന ഈ പാടയൊക്കെ ഇല്ലേ, അതൊന്നും ഇതിൽ ഇതാവൂല കേട്ടോ. അതവിടെ ഇങ്ങനെ നിൽക്കുകയാണ് ചെയ്യുക. അപ്പോൾ ലാസ്റ്റ് വരുന്നത് നമുക്ക് മിക്സിയിൽ അടിച്ചെടുത്താൽ മതി. ബാക്കിയൊക്കെ നമുക്ക് ഇങ്ങനെ ഇടാം. ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ ഇട്ടിട്ട് ഈ ഒരു കോലുണ്ടാവും ഇതിൻ്റെ മുകളിൽ, അത് വെച്ചിട്ടൊന്ന് മെല്ലെ പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇവിടെ ഇതിൻ്റെ ഉള്ളിൽ കൂടെ നമ്മൾ ആ ഒരു ബീഫ് അരഞ്ഞിട്ട് ഇങ്ങനെ വന്നോളും. അപ്പോൾ ഇതാണ് സിമ്പിളാണ്. ഇതിപ്പം കണ്ടല്ലോ, ഇങ്ങനെ നമ്മൾ അതിൽ നിന്ന് ജസ്റ്റ് ഒന്ന് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ബീഫൊക്കെ നന്നായിട്ട് അരഞ്ഞിട്ടാണ് വരിക. ഒരു നൂഡിൽസ് പോലെ വരും. എന്നിട്ട് കുഴച്ചാൽ നമുക്കറിയാൻ പറ്റും നല്ല അരഞ്ഞ ഇതായിട്ടാണ് വരിക. അപ്പോൾ അതുകൊണ്ട് തന്നെ പെട്ടെന്ന് വേവുകയും ചെയ്യും കേട്ടോ. നിങ്ങൾക്കറിയാമല്ലോ, ചിക്കനായാലും നമ്മളിപ്പോൾ ചെറിയ ചെറിയ പീസാക്കുകയോ അല്ലെങ്കിൽ അരക്കുകയോ ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് വേവുമല്ലോ, ഉള്ളതിനെക്കാട്ടും പെട്ടെന്ന് വേവും. അതുപോലെയാണ് ഈ ബീഫിന് ഓൾറെഡി വേവ് കുറവാണ്. അതിൻ്റെ പുറമെ നമ്മളിങ്ങനെ അരക്കും കൂടെ ചെയ്യുന്നതുകൊണ്ട് പിന്നെ തീരെ വേവില്ല. 2 മിനിറ്റ് 3 മിനിറ്റ് കൊണ്ടൊക്കെ തന്നെ സാധനം റെഡി ആയിട്ട് കിട്ടും. അപ്പോൾ അത് ഞാൻ കംപ്ലീറ്റ് ഇതൊന്ന് മിൻസ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ കണ്ടില്ലേ, അപ്പോൾ അതിൽ കൂടെ ചെയ്തതാണ് കംപ്ലീറ്റ് ഇത്. ഇതിൽ വന്നിട്ടുള്ള പാടകളൊക്കെ ഞാൻ എടുത്തിട്ട് മിക്സിയിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ. അതൊന്ന് മിക്സിയിലൊന്ന് ചതച്ചിട്ടാണ് എടുക്കുന്നത്. ഒന്നും വേസ്റ്റ് ആക്കണ്ടില്ല, നല്ല ബീഫ് തന്നെയാണ്. അപ്പോൾ ഞാൻ ആ പാടകൾ മാറ്റിയിട്ട് അതൊന്ന് മിക്സിയിലൊന്ന് ക്രഷ് ചെയ്തെടുത്തതാണ്. ഇപ്പോൾ കണ്ടില്ല, ഇതാണ് ഇതിൻ്റെ ഒരു ഇതെന്ന് പറയുന്നത്. കുറച്ച് നെയ്യ് ഉണ്ടാവും, പിന്നെ ഈ ചെറിയ ചെറിയ പാടകളൊക്കെ. അതൊക്കെ വേസ്റ്റ് ആക്കാണ്ട് ഇതിൽ തന്നെ ഇട്ട് കൊടുത്താലാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. അതങ്ങനെ വേസ്റ്റാക്കി കളയേണ്ട സാധനങ്ങളല്ല. അപ്പോൾ അതും കൂടെ ഇതിൻ്റെ കൂടെ തന്നെ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. കൈ വെച്ചിട്ട് ഈ ഒരു ലാസ്റ്റ് നമ്മൾ ആഡ് ചെയ്ത ബീഫും അതേപോലെ തന്നെ ആദ്യത്തെ ബീഫും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ആകണ വരെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് ഇതിലേക്ക് ഇനി കുറച്ച് ഇൻഗ്രീഡിയൻസ് ചേർത്ത് കഴിഞ്ഞാലാണ് നമ്മൾ മീറ്റ് ബോൾസ് ഉണ്ടാക്കുക കേട്ടോ. അപ്പോൾ അത് കംപ്ലീറ്റ് ഞാനൊന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. നന്നായിട്ട് കുഴഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഇതിലേക്ക് ആദ്യം ചേർക്കേണ്ടതെന്ന് പറയുന്നത് ഞാനിപ്പോൾ പകുതി മാറ്റി വെക്കുകയാണ്. ആദ്യം പകുതി ഞാൻ വേറെ ആവശ്യത്തിന് എടുക്കുകയാണ്. ഇത് 1 കിലോ ബീഫാണ്. അപ്പോൾ 1/2 കിലോ ബീഫ് വെച്ചിട്ടാണ് ഞാനിപ്പോൾ ഇന്ന് ഫെറ്റുച്ചീനി കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ 1/2 കിലോ ഞാനവിടെ മാറ്റി വെക്കുന്നുണ്ട്. ബാക്കിയുള്ള 1/2 കിലോയിലാണ് നമ്മളിപ്പോൾ ഇന്ന് മീറ്റ് ബോൾസ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിലേക്ക് ആദ്യം ഞാനൊരു മുട്ടയാണ് ഇട്ട് കൊടുക്കുന്നത്. ഒരു ലാർജ് സൈസുള്ളൊരു മുട്ടയാണ് 1/2 കിലോ ബീഫിലേക്ക് കേട്ടോ.
പിന്നെ വേണ്ടി ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കുക. ഉപ്പിടുമ്പോൾ ശ്രദ്ധിക്കുക, അരച്ച ബീഫ് ആയതുകൊണ്ട് നിങ്ങൾക്ക് അറിയാമല്ലോ, ചെറിയ അളവിലുള്ള ഉപ്പേ ചേർക്കേണ്ടിയുള്ളൂ. പിന്നെ വേണ്ടത് പെപ്പറോഞ്ചിനോ എന്ന് പറയും, നമ്മളെ ഒരു എന്താണ് ഉണക്കമുളക് ചതച്ചതാണിത്. പക്ഷേ ഇത് നമ്മളെ സാധനം നമ്മൾ പറയുന്നുണ്ടെങ്കിലും ഇത് ഇറ്റാലിയനിലും ഉപയോഗിക്കുന്ന സാധനമാണ്. അതിൻ്റെ പേരാണ് പെപ്പറോച്ചിനോ. ഇനിയിപ്പോൾ ബ്രെഡ് ക്രംസ് ആണ് വേണ്ടത്. ഞാനിവിടെ വീറ്റിൻ്റെ ബ്രെഡ് ക്രംസ് ആണ് എടുത്തത്, വാങ്ങിക്കുന്ന അതാണ് എടുത്തത്. ഏതായാലും കുഴപ്പമില്ല, ഒരു അരക്കപ്പോളം ബ്രെഡ് ക്രംസും ചേർത്ത് കൊടുത്താണ്. പിന്നെ വേണ്ടി ഇതിൻ്റെ മെയിൻ സാധനം എന്ന് പറയുന്നത് ഇങ്ങനത്തെ ഈ ഒരു ചീസാണ് കേട്ടോ. ഇതാണ് പാമിജാനോ ചീസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു പാമിജാനോ ചീസിനെ പറ്റിയിട്ട് ഞാൻ എൻ്റെ കഴിഞ്ഞ കുറച്ച് മുന്നേ ഞാൻ ഇറ്റാലിയൻ ഡിഷായിട്ടുള്ള റവിയോളി കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ആ റവിയോളിയിൽ ഡീറ്റെയിൽ ആയിട്ട് ഈ ഒരു ചീസിനെ പറ്റിയിട്ട് വിശദമായിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് ഞാനിപ്പോൾ ഇതിൽ പറയുന്നില്ല. ഇതൊരു ഇറ്റാലിയൻ ചീസാണ്. അപ്പോൾ അത് ഞാനൊന്ന് കൈ കൊണ്ടൊന്ന് പൊടിച്ച് വെച്ചിട്ടുണ്ട്. ഇതിന് നിർബന്ധമാണ് ഈ ഒരു മീറ്റ് ബോൾസ് ആയാലും അതേപോലെ തന്നെ ഈ ഒരു ഫെറ്റുച്ചിനി പാസ്ത ആയാലും ഇതിൽ മുന്നിട്ട് നിൽക്കുന്ന ടേസ്റ്റ് എന്ന് പറയുന്നത് ഈ ഒരു ചീസിൻ്റെ ഫ്ലേവറാണ്. അപ്പോൾ സാധാരണ ചീസിൻ്റെ ഒരു ഫ്ലേവർ അല്ല ഈ ചീസിന്, ഇത് വേറെ തന്നെ ഒരു ടേസ്റ്റാണ് കേട്ടോ. സാധാരണ നമ്മൾ ഇതിനിപ്പോൾ പകരം വേറെ ഏതെങ്കിലും ചീസ് ചേർക്കുമോ എന്ന് വെച്ചാൽ ഇല്ല, ഓപ്ഷൻ ഇല്ല കേട്ടോ, ഇതന്നെയാണ് വേണ്ടത്. അപ്പോൾ അതൊരു 2 കൈപ്പിടിയോളം ഞാൻ ചീസിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഈ ചീസിൽ ഉപ്പുണ്ട് കേട്ടോ, ഓൾറെഡി ഉപ്പുള്ള ചീസാണിത്. അപ്പോൾ അതുകൊണ്ട് തന്നെ വേറെ നമ്മൾ ബീഫിലേക്കൊക്കെ ഉപ്പിടുന്ന സമയത്ത് വളരെ കുറഞ്ഞ ഉപ്പേ ചേർക്കാൻ പാടുള്ളൂ. എന്നിട്ടിപ്പോൾ അത് നന്നായിട്ട് കൈ കൊണ്ടൊന്ന് കുഴച്ച് നന്നായിട്ട് ഉരുളാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഒന്നിച്ച് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് വെച്ചിട്ടാണ് നമ്മൾ മീറ്റ് ബോൾസ് ഉണ്ടാക്കാൻ വേണ്ടി പോണത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാ ബോൾസും ഒരേ വലുപ്പത്തിലാവണം എന്നൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ സ്പൂണിലൊക്കെ വെച്ചിട്ട് അളന്നെടുത്താൽ മതി. ഞാനിപ്പോൾ കൈ വെച്ചിട്ട് ഒരു ഏകദേശം കണക്ക് വെച്ചിട്ട് സുമാറിലാണ് എടുക്കുന്നത്. അപ്പോൾ അത് എത്ര വലുപ്പം വേണം എന്നൊക്കെ ഉള്ള നിങ്ങളെ ഇഷ്ടമാണ്. അധികം വലുപ്പത്തിലുള്ളത് ഉണ്ടാക്കണ്ട. ഞാനിപ്പോൾ ഒരു നെല്ലിക്ക വലുപ്പത്തിൽ അത്ര എടുക്കുന്നുള്ളൂ. ഒരു നെല്ലിക്കൻ്റെ വലുപ്പം ഇതുള്ളൂ, ചെറിയ ചെറുനാരങ്ങൻ്റെ സൈസ്. അതിലും കുറച്ചും കൂടെ വേണമെങ്കിൽ കൂട്ടാം. അതേപോലെ തന്നെ ഇതിലും കുറച്ചും കൂടെ ചെറുതാക്കണമെങ്കിൽ ചെറുതും ആക്കാം കേട്ടോ. അതൊക്കെ നിങ്ങളെ ഇഷ്ടം. അപ്പോൾ ഞാനിപ്പോൾ ഈ ഒരു സൈസിലാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഈ ഒരു 1/2 കിലോ കൊണ്ട് ഉണ്ടാക്കിയ മൊത്തം മീറ്റ് ബോൾസ് ആണ് ഇത് കേട്ടോ. ഒരു പ്ലേറ്റ് നിറച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ 1/2 കിലോ അവിടെ മാറ്റി വെച്ചിട്ടുണ്ടല്ലോ, ബാക്കിയുള്ള 1/2 കിലോ ആണിത്. അപ്പോൾ ഇതിപ്പോൾ ഞാൻ കാണിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ ആക്കി കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് ഫ്രീസറിൽ സ്റ്റോർ ചെയ്യാം കേട്ടോ. എപ്പോൾ വേണമെങ്കിലും എടുക്കാൻ പറ്റുന്ന രീതിയിൽ ഒരു 2 മാസം വരെ ഇത് നമുക്ക് ഫ്രീസറിൽ സ്റ്റോർ ചെയ്യാൻ വേണ്ടി പറ്റും. ഇനിയിപ്പോൾ ഇതിലേക്ക് വേണ്ട ഒരു അത്യാവശ്യ സാധനം എന്ന് പറയുന്നത് ഉള്ളിയാണ് കേട്ടോ. 2 മീഡിയം സൈസുള്ള ഉള്ളി ഞാനിവിടെ ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് ചെറുതായിട്ട് മുറിച്ചിട്ട് ഇതൊന്ന് മാറ്റി വെക്കുക. വലുതാണെങ്കിൽ ഒന്ന് മതിയാണ്, ഞാനിപ്പോൾ മീഡിയം സൈസുള്ളതായതുകൊണ്ടാണ് 2 എടുത്തത്. പിന്നെ വേണ്ടിയ മെയിൻ സാധനം എന്ന് പറയുന്നത് പ്ലം ടൊമാറ്റോ ഞാൻ ഇതേപോലെ തന്നെ റിവിയോളി ആയാലും അതേപോലെ തന്നെ ലസാനിയ വീഡിയോയിലൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് ഇതിനെപ്പറ്റി. ഇറ്റാലിയൻ പീൽഡ് ടൊമാറ്റോ ആണിത്. അതുപോലെ തന്നെ മേഡ് ഇൻ ഇറ്റലി നോക്കിയിട്ട് വാങ്ങിക്കുക കേട്ടോ, സാധനം എന്നാലാണ് നല്ല ടേസ്റ്റ് വരിക. അപ്പോൾ അങ്ങനത്തെ ഒരു 2 ടിന്ന് വേണം കേട്ടോ. പിന്നെ വേണ്ടത് ഇതിൻ്റെ മെയിൻ സാധനം എന്ന് പറയുന്നത് ഫെറ്റുച്ചിനി എന്ന് പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ എൻ്റെ ഇങ്ങനത്തെ ഇറ്റാലിയൻ ഡിഷിലൊക്കെ കാണിക്കുമ്പോൾ പറയലുണ്ട്, ഓരോ പാസ്തക്കും ഓരോ പേരാണ്, ഷേപ്പിനാണ് ഈ പേരെന്ന് പറയുന്നത് കേട്ടോ, അല്ലാണ്ട് പാസ്തൻ്റെ പേരല്ല. ഏത് ഷേപ്പിലാണോ ഈ ഒരു പാസ്ത ഉള്ളതെന്ന് വെച്ചാൽ ആ ഷേപ്പിനാണ് പേരെന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ ഈ ഒരു ഷേപ്പിൽ വരുന്ന ഇതിന് പറയുന്ന പേരാണ് ഫെറ്റുച്ചിനി എന്ന് പറയുന്നത്. എഴുതുമ്പോൾ വേറെ ആണ്, അതിൻ്റെ ഇറ്റാലിയൻ പ്രൊണൗൺസിയേഷൻ എന്ന് പറയുന്നത് ഫെറ്റുച്ചിനി എന്നാണ് കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ആദ്യം ഒരു കടായി വെച്ചെടുത്തിട്ടുണ്ട്. അതിലേക്ക് സൺഫ്ലവർ ഓയിലാണ് ചേർക്കുന്നത്. ഡീപ്പ് ഫ്രൈയിങ്ങിന് വേണ്ടിയിട്ടായതുകൊണ്ട് നമുക്ക് സൺഫ്ലവർ ഓയിൽ തന്നെ വേണം കേട്ടോ. അതിൽ നമുക്ക് ഒലിവ് ഓയിൽ ചേർക്കാൻ വേണ്ടി പറ്റില്ല, ഒലിവ് ഓയിൽ ഡീപ്പ് ഫ്രൈയിങ് പറ്റില്ല കേട്ടോ, അതുകൊണ്ടാണ് ഇത് വെച്ചത്. ഇനിയിപ്പോൾ നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള ആ ഒരു മീറ്റ് ബോൾസ് നമുക്കൊന്ന് ഫ്രൈ ആക്കി എടുക്കണം കേട്ടോ. മീഡിയം തീയിലിട്ട് കൊടുത്താൽ മതി, ഭയങ്കര തീ കുറച്ചും വെക്കണ്ട, വല്ലാണ്ട് അങ്ങ് കൂട്ടിയും വെക്കണ്ട. മീഡിയം തീയിലിട്ട് വെച്ചാൽ 2-3 മിനിറ്റ് കേട്ടോ, അത്ര മാക്സിമം വേണ്ടിയുള്ളൂ ഇത് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഇട്ടിട്ട് ഇതപ്പോൾ ഒരു 2 മിനിറ്റ് ആയിട്ടേ ഉള്ളൂ. അപ്പോഴത്തേക്ക് തന്നെ ഒരു ഭാഗം ഒന്ന് വെന്തിട്ടുണ്ട്. ഞാനിപ്പോൾ തിരിച്ചിട്ട് കൊടുക്കുകയാണ്. ഇപ്പുറത്തെ ഭാഗത്തും ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഒരു 2 മിനിറ്റൊക്കെ മാക്സിമം അത്രേ വേണ്ടിയുള്ളൂ കേട്ടോ. അപ്പോൾ തന്നെ അത് വേവും. അപ്പോൾ നിങ്ങൾക്ക് സംശയം ഉണ്ടാവും ഇങ്ങനെ ഒരു 2 മിനിറ്റ് അല്ലെ മൊത്തത്തിൽ വേവാൻ ഒരു 4 മിനിറ്റോ 5 മിനിറ്റോ മതിയോ എന്നുള്ളത്. റെഡിയാണ്, ഞാനിത് നിങ്ങൾക്ക് മുറിച്ചും കാണിച്ചു തരും കേട്ടോ. ഇപ്പോൾ ഇത് റെഡിയാണ്, കംപ്ലീറ്റ് നന്നായിട്ട് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാനിത് വേറൊരു പാത്രത്തിലേക്ക് കോരി മാറ്റാണ് കേട്ടോ, കംപ്ലീറ്റ് ഒന്ന് കോരി മാറ്റാണ്. ഇനിയിപ്പോൾ നമുക്ക് ഈ എണ്ണ വേണ്ട, ഈ എണ്ണ ഒഴിവാക്കിയിട്ട് ഇനി നമുക്ക് ഒലിവ് ഓയിലാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഒന്ന് മുറിച്ചിട്ട് കാണിച്ചാൽ അത് വെന്തണോ എന്നുള്ളത് നിങ്ങൾക്ക് അറിയണ്ട, ഭയങ്കര സോഫ്റ്റ് ആയിരിക്കും. നമുക്കിത് മുറിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് മനസ്സിലാവും. ഇതിൻ്റെ ഉള്ളൊക്കെ കണ്ടാൽ നന്നായിട്ട് നല്ല പെർഫെക്റ്റ് ആയിട്ട് കുക്കായിട്ട് വരും. അതാണ് ഈ ഒരു ബീഫിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. നമ്മൾ ഇന്ത്യൻ ബീഫ് വെച്ച് ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ആവില്ല. ഇന്ത്യൻ ബീഫിന് വേവ് അധികമാണ്, അതുകൊണ്ടാണ് പ്രശ്നം കേട്ടോ. അപ്പോൾ അത് നമ്മൾ മീറ്റ് ബോൾസൊക്കെ അവിടെ മാറ്റിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ആ സെയിം കടായി തന്നെ അതിലേക്ക് കുറച്ച് ഒലിവ് ഓയിലാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരു 2-3 ടേബിൾ സ്പൂൺ ഒലിവ് ഓയിൽ ചേർത്ത് കൊടുക്കുക. അതിലേക്ക് ഒരു 4 അല്ലി വെളുത്തുള്ളി ഞാൻ ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചതാണ്, അതാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. ആ ഒരു വെളുത്തുള്ളി ഒന്ന് ഫ്രൈ ആയിട്ട് വരണം കേട്ടോ, ഒരു ചെറുതായിട്ടൊരു കളറൊക്കെ ഒന്ന് മാറുന്നവരെ ഒന്ന് ഫ്രൈ ആക്കി എടുക്കണം. അപ്പോൾ ഈ ഒരു ഒലിവ് ഓയിലും ഗാർലിക്കും കൂടെ വരുന്ന സമയത്ത് നല്ലൊരു സ്മെല്ലാണ് വരിക കേട്ടോ. സാധാരണ ഒരു എണ്ണയിൽ നമ്മൾ വേറെ എന്തെങ്കിലും ചെയ്യുന്നൊരു സ്മെല്ലല്ല, വേറെ തന്നെ ഒരു സ്മെല്ലാണ് ഇത് ചെയ്യുമ്പോൾ വരിക. ഇനിയിപ്പോൾ ഇതിലേക്ക് ഇതൊന്ന് വാടിയിട്ടുണ്ട്. ഇതിലേക്ക് ഇനിയിപ്പോൾ നമ്മൾ ഉള്ളി ഇട്ട് കൊടുക്കുകയാണേ. അപ്പോൾ ആ ഉള്ളി ഇട്ടിട്ട് ഉള്ളിയൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് സോഫ്റ്റ് ആകണ വരെ ഒന്ന് വാട്ടിയെടുക്കുക. കളറൊന്നും മാറണ്ട, ഉള്ളിയൊക്കെ ഒന്ന് സോഫ്റ്റ് ആയിട്ട് വന്നാൽ മതി കേട്ടോ.
അപ്പോൾ അത് ഉള്ളിയൊക്കെ നന്നായിട്ടൊന്ന് സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഈ ഒരു കളറിൽ മതി. ഇതിപ്പോൾ കണ്ടില്ലേ ഒരു ട്രാൻസ്പെറൻ്റ് ആയി ഈ ഉള്ളിയൊക്കെ ഇത്രയേ ആവശ്യമുള്ളൂ. ഇനിയിപ്പോൾ നമ്മൾ ആ ഒരു പ്ലം ടൊമാറ്റോ നമ്മൾ ആ ടിന്നിലുള്ള അങ്ങനത്തെ 2 ടിൻ ടൊമാറ്റോ ആണിത്. അതൊന്ന് കൈ വെച്ച് ഉടക്കണതാണ് കേട്ടോ. നമ്മൾ മിക്സിയിലൊന്നും അരക്കാൻ പാടില്ല. അതൊരു പാത്രത്തിലേക്ക് ഇട്ടിട്ട് കൈ വെച്ചിട്ട് ആ തക്കാളിയൊക്കെ ഒന്ന് ഉടച്ചു കൊടുത്താൽ മതി. നമ്മൾ ഞെവിടാന്ന് പറയില്ല, ഞെമുണ്ടാന്നൊക്കെ പറയുന്നത് അതാണ്. ജസ്റ്റ് ഒന്ന് കൈ വെച്ചിട്ട് ഒന്ന് അമർത്തി കൊടുത്താൽ മതി. അപ്പോഴത്തേക്ക് തന്നെ ഇങ്ങനെ ആയി കിട്ടും. അപ്പോൾ ആ ഒരു 2 ടിൻ ടൊമാറ്റോ ഞാനിപ്പോൾ ഇതിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ആവശ്യത്തിന് ഉപ്പിടും. ഉപ്പിടുമ്പോൾ ശ്രദ്ധിക്കുക കുറഞ്ഞ ക്വാണ്ടിറ്റിയിൽ ഉപ്പിട്ടാൽ മതി. കാരണം ഇതിൽ നമ്മൾ ചീസ് ഇടാനുള്ളതാണ്. അപ്പോൾ അതിന് കൂട്ടിയിട്ടുള്ള ആ ഒരു ഉപ്പ് നമ്മൾ ആദ്യം കുറച്ചിട്ട് വെക്കണം കേട്ടോ. അപ്പോൾ ഞാൻ അതും കൂടെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ കണ്ടില്ല നല്ല എന്താ പറയുക കുറുകിയിട്ടാണ് ഉള്ളത്. ഇനിയിപ്പോൾ അതിൻ്റെ ഫ്ലേവറിന് വേണ്ടി കൊടുക്കണമെന്ന് വെച്ചാൽ നിർബന്ധമായിട്ട് ഇടേണ്ട സാധനമാണ് ബേസിൽ, നമ്മളെ തുളസി എന്ന് പറയുന്നത്. അത് വെച്ചാൽ എന്താ പറയുക നമ്മളെ നാട്ടിലത്തെ തുളസിയല്ല, ഇതൊരു വേറെ തന്നെ ഒരു ഇതാണ്. ഫ്ലേവറൊക്കെ സെയിം ആണ്, പക്ഷേ കാണാൻ ഇലൻ്റെ ഷേപ്പ് മാത്രം വ്യത്യാസം ഉണ്ടാവും, അത്രേ ഉള്ളൂ. ഒരു 1/2 ടീസ്പൂൺ ബേസിൽ ഞാൻ ഡ്രൈഡ് ആണ് ചേർത്തത്. ശരിക്കും ഫ്രഷ് ഉണ്ടെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ നമ്മളടുത്ത് ഇപ്പോൾ ഫ്രഷ് ഇല്ലാത്തതുകൊണ്ട് ഡ്രൈഡ് ആണ് ചേർത്ത് കൊടുത്തത്. ഇനിയിപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ ഫ്രൈ ചെയ്തിട്ടുള്ള മീറ്റ് ബോൾസ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ആ മീറ്റ് ബോൾസിലിട്ട് കഴിഞ്ഞാൽ ഈ ഒരു സോസ് മീറ്റ് ബോൾസിലും കൂടെ പിടിക്കണമല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ ഒരു 5 മിനിറ്റ് നേരം ഇത് ഈ സോസ് കിടന്നിട്ടൊന്ന് വറ്റിച്ചെടുക്കാനുണ്ട് കേട്ടോ. ഒന്ന് വേവിച്ചെടുക്കുക, വറ്റല്ല ഒന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ അതവിടെ മൂടി വെക്കട്ടെ. ഇനിയിപ്പോൾ അത് വേവണ സമയം കൊണ്ട് തന്നെ നമുക്ക് പാസ്ത വേവിച്ചെടുക്കുക. അപ്പോൾ അത് ഞാൻ അപ്പുറത്തേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഒരു ചെമ്പിൽ നിറച്ച് വെള്ളം തിളപ്പിക്കാൻ വെച്ചാണ് കേട്ടോ. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കുക. ഇത് നമ്മൾ പാസ്ത വേവിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ അത് വെള്ളം തിളച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ ഫെറ്റുച്ചീനി അത് നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഫെറ്റുച്ചീനി എന്ന് പറയുന്നത് സ്പെഗറ്റി പോലുള്ള ഇതൊരു നീളത്തിലാണ്, പക്ഷേ ഒരു കുറച്ച് ചെറുതായിട്ടൊരു വടി പോലെ പരന്നിട്ടാണ് ഉണ്ടാവുക കേട്ടോ. അതാണ് ഫെറ്റുച്ചീനി എന്ന് പറയുന്ന കാരണം. മറ്റത് നൂഡിൽസ് പോലെയുള്ള വരുന്നതിന് പറയുക സ്പെഗറ്റി എന്നാണ്. ഈ ഒരു ഷേപ്പിന് പറയുന്നതാണ് ഫെറ്റുച്ചീനി. അപ്പോൾ അത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പൊട്ടിക്കണ്ട കേട്ടോ. അതിങ്ങനെ വേവുന്നതിനനുസരിച്ച് അടിയിലേക്ക് പോയിക്കോളും. നമ്മൾ പൊട്ടിക്കാൻ പോകണ്ട. പിന്നെ ഏത് തരം പാസ്ത ആണെങ്കിലും നമ്മൾ വേവിക്കുമ്പോൾ ശ്രദ്ധിക്കുക, ആ പാക്കറ്റിൻ്റെ മുകളിൽ ഇൻസ്ട്രക്ഷൻസ് ഉണ്ടാവും എത്ര മിനിറ്റാണ് വേവിക്കേണ്ടതെന്നുള്ള. ആ ഒരു മിനിറ്റിൽ കൂടുതൽ വേവിക്കാൻ പാടില്ല കേട്ടോ. ഓവർ കുക്ക് ആകാൻ പാടില്ല. നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടണം. അപ്പോൾ ഇതിലിപ്പോൾ ഈ ഒരു പാക്കറ്റിൻ്റെ മുകളിൽ 6 to 8 ആണ് പറഞ്ഞത്. അപ്പോൾ ഞാൻ 6 മിനിറ്റ് നോക്കിയപ്പോൾ റെഡി ആയിട്ടില്ല, 8 മിനിറ്റ്സ് തന്നെയാണ് ഞാൻ എടുത്തത്. അപ്പോൾ അതവിടെ മാറ്റിയിട്ടുണ്ട്, റെഡി ആയിന്. അപ്പോൾ ഊറ്റിയിട്ടില്ല കേട്ടോ, അങ്ങനെ അതിൽ തന്നെയാണുള്ളത്. അപ്പോൾ മീറ്റ് ബോൾസ് ഇതാ 5 മിനിറ്റ് ഞാൻ വറ്റിച്ചെടുത്തതാണത്. അപ്പോൾ ഞാൻ തീ ഓഫ് ചെയ്ത് വെച്ചതേനു കേട്ടോ. അപ്പോൾ മാറ്റി പിന്നെയും കത്തിച്ചതാണ്. അപ്പോൾ നമ്മൾ ആ ഒരു മീറ്റ് ബോൾസൊക്കെ കറക്റ്റ് പാകത്തിലായി കേട്ടോ. ഓവർ വെള്ളമൊന്നുമില്ല. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ വേവിച്ച് വെച്ചാൽ നമ്മൾ ഫെറ്റുച്ചീനിയിലേക്ക് ഇട്ട് കൊടുക്കുക. അതിപ്പോൾ ഒരു ഇതുകൊണ്ട് പ്ലക്കർ കൊണ്ടാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. എന്നിട്ട് കുറച്ച് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കണം കേട്ടോ. ആദ്യം നമ്മൾ ആ ഒരു പാസ്ത മുഴുവനായിട്ട് ഇടുക. ഇനിയിപ്പോൾ കുറച്ച് പാസ്ത വാട്ടറും കൂടി ചേർത്ത് കൊടുക്കുക. പാസ്ത വാട്ടർ എന്ന് പറയുന്നത് പാസ്ത വേവിച്ച വെള്ളത്തിനാണ് പറയുന്നത്. ഇപ്പോൾ ഒരു 1/2 കപ്പോളം പാസ്ത വാട്ടറും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ആ ഒരു സോസും മീറ്റ് ബോൾസും ഈ ഒരു ഫെറ്റുച്ചീനിയും എല്ലാം കൂടെ മിക്സ് ആകുന്ന രീതിയിൽ നന്നായിട്ട് വേവിക്കല്ല, ഒന്ന് തിളപ്പിച്ചെടുക്കണം മിക്സ് ചെയ്തിട്ട് കേട്ടോ. ഇതൊന്ന് തിള വരുന്നവരെ വെയിറ്റ് ചെയ്യാം. ഇനിയിപ്പോൾ ഇതിലേക്ക് നമ്മൾ കുറച്ചും കൂടെ ചീസ് ചേർത്ത് കൊടുക്കണം കേട്ടോ. ഒരു പാമിജാനോ ചീസ് തന്നെ കുറച്ചും കൂടെ ചേർത്ത് കൊടുക്കുക. ഒരു കൈപ്പിടി അല്ലെങ്കിൽ 2 കൈപ്പിടിയോളം പിന്നെയും ചേർത്ത് കൊടുക്കണേ. അപ്പോൾ അതിനും കൂടെ ചേർത്തിട്ടുണ്ട്. ഇനി ഇതൊന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം കേട്ടോ. നമ്മൾ സാധനം ഇവിടെ റെഡി ആയതിന് ഇത്രയേ ഉള്ളൂ. സൂപ്പർ ടേസ്റ്റാണ്. പിന്നെ നമുക്ക് നാടൻ അല്ലെങ്കിൽ ഒരു ഇന്ത്യൻ ഫ്ലേവർ പ്രതീക്ഷിക്കുന്ന ആൾക്കാർ ഇത് ട്രൈ ചെയ്യാൻ നിൽക്കണ്ട കേട്ടോ. നമുക്ക് പുറത്തുള്ള ഫുഡൊക്കെ കഴിക്കാനൊക്കെ ഇഷ്ടമുള്ളവരും അങ്ങനെയുള്ളവർക്കൊക്കെയാണ് ഈ ഒരു ടേസ്റ്റ് പിടിക്കുള്ളൂ. കാരണം ഓവർ സ്പൈസസും ഒന്നും ഇല്ലില്ല. ഇനിയിപ്പോൾ നമ്മൾ വിളമ്പുന്ന ഭാഗത്തേക്ക് എത്തിട്ടോ. പിന്നെ ഇത് ഇങ്ങനത്തെ ഒക്കെ ഉണ്ടാക്കുമ്പോൾ എപ്പോഴും മിസ് ചെയ്യുക എൻ്റെ മോളാണ് ലിയാൻക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനത്തെ റവിയോളി, ലസാനിയ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. പ്രത്യേകിച്ച് പാസ്തയൊക്കെ ഉണ്ടാക്കുമ്പോൾ ഈ ഒരു ഫ്ലേവറിലാണ് ഓക്ക് ഇഷ്ടം. നമ്മൾ ഇന്ത്യൻ ഇതിനെക്കാട്ടിലും ഇങ്ങനത്തത് ഭയങ്കര ഇഷ്ടമാണ്. ഓക്ക് മാത്രമല്ല ടാച്ചിങ്ങും ബാസിക്കും എല്ലാം തന്നെ ഇഷ്ടമാണ്. അപ്പോൾ ഇതാ ഈ നമ്മളൊന്ന് ട്വിസ്റ്റ് ചെയ്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ സ്പെഗറ്റിയൊക്കെ നമ്മൾ വിളമ്പുന്ന സമയത്ത് ഇങ്ങനെ ഒന്ന് ട്വിസ്റ്റ് ചെയ്തിട്ടാണ് നമ്മൾ വിളമ്പുക കേട്ടോ. ഒരു കാണാനൊരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ് അങ്ങനെ വിളമ്പി കൊടുക്കുന്നത്. അല്ലെങ്കിൽ ഇങ്ങനെ വലിഞ്ഞ കളിക്കുന്ന പോലെ ഉണ്ടാവുമല്ലോ, അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു രീതിയിൽ നമ്മൾ സെർവ് ചെയ്യുന്നത്. ഇനിയിപ്പോൾ അതാ മീറ്റ് ബോൾസ് നിറച്ച് ഞാൻ ചുറ്റിലായിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ ഫ്രഷ് ആയിട്ടുള്ള ബേസിൽ ലീഫ് ഉണ്ടെങ്കിൽ അതാണ് ഇതിൻ്റെ സെൻറ്ററിൽ വെച്ച് കൊടുക്കട്ടോ. അപ്പോൾ എൻ്റെ അടുത്ത് ഇപ്പം ഫ്രഷ് ബേസിൽ ലീഫ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ പാസ്ലി വെച്ചിട്ടാണ് അഡ്ജസ്റ്റ് ചെയ്യണത്. അപ്പോൾ അത് കുറച്ച് പാസ്ലി അരിഞ്ഞത് ഞാനിപ്പോൾ ഒന്ന് ചുറ്റിലും ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് ചീസും കൂടെ ഇട്ട് കൊടുക്കണം കേട്ടോ. വിളമ്പണ സമയത്തും കുറച്ചും കൂടെ ചീസ് ഇടും. അപ്പോൾ അത് ചീസും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഒരു സെൻറ്ററിലൊരു ബേസിൽ ലീഫാണ് വെക്കേണ്ടത്. ഞാനിപ്പോൾ ഒരു പാസ്ലിൻ്റെ ലീഫ് വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അടിപൊളി ഫെറ്റുച്ചീനോ ഇവിടെ റെഡി ആയിക്കിന്. എന്താ പറയുക, മീറ്റ് ബോൾസ് ഫെറ്റുച്ചീനിയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, എന്തായാലും ഇഷ്ടപ്പെടും. എന്താ പറയുക, ഓവർ സ്പൈസസും ഒന്നും ഇല്ലാത്ത നല്ലൊരു ഇതാണ്. നമുക്ക് എപ്പോഴും നമ്മളെ ടേസ്റ്റ് കഴിക്കുമ്പോൾ മാറി കഴിക്കാൻ തോന്നുന്ന ആൾക്കാർക്ക് നല്ലൊരു റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും കണ്ടു നോക്കുക, അഭിപ്രായങ്ങൾ അറിയിക്കാൻ മറന്നു പോകരുതേ. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇനി അടുത്ത നല്ലൊരു വീഡിയോയിലൂടെ കാണുന്നത് വരെ അസ്സലാമു അലൈക്കും.